എത്ര രൂപയായി? എത്രയായാലും ഓഫീസിൽ ഒന്ന് വാങ്ങിച്ചോളൂ. ഏത് ഓഫീസ്? നീ എന്തോ പറയുന്നേ? നിന്റെ അമ്മായി അമ്മയുടെ ആഫീസ്. ഇവിടെ പോടാ, ബിസിനസ്സിനാക്ക് അറിയാത്ത കഴുതാ. താമസിക്കോ? ഓ സാർ, ഉച്ചയ്ക്ക് ഊണിന് വണ്ടി തരണം സാർ. വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഓ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഒരു നല്ല ടാക്സി പോലും കിട്ടാനില്ല. എങ്ങനെയുണ്ട് സെയിൽ? തരക്കേടില്ല. നമ്മുടെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ? ഒറ്റ കുപ്പി പോലും വിറ്റിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ എറണാകുളത്തൊക്കെ പ്രോട്ടോബി ഭയങ്കര സെയിൽ, കിട്ടാനില്ല. ഈ ഗർഭശുശ്രൂഷയ്ക്ക് പറ്റിയ ടോണിക്കാണ്. മിനറൽസ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ. വെറുതെ പുഴു അടിക്കാതെ അച്ഛനെ. നെല്ലിക്ക വൈനിൽ ഏതാണ്ട് അരച്ചു കലക്കി ഉണ്ടാക്കുന്ന സാധനമല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവാവില്ലെന്ന്. പിന്നെ ചെലവാക്കാം. ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം. അത് കമ്പനിക്കാർ വിചാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ? പറഞ്ഞ് സമ്മതിപ്പിക്കണം. പ്രോവി തേക്കാര് 500 ബോട്ടിലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത്. തന്നെ? അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല. നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടിലുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം. എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമൊന്നും ഇവിടെ വിൽക്കാറില്ലേ? ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിൽക്കാറില്ല. ചില സ്ഥലത്ത് വിൽക്കാറുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ ഓക്കെ. ബ്ലഡും യൂറിനും മോഷനും ഒന്ന് പരിശോധിച്ചിട്ട് വരൂ. ഒരു എക്സ്റേ എടുത്തോ, എന്നിട്ട് മരുന്നിന് എഴുതാം. ഡോക്ടർ, എനിക്ക് രാവിലെയുള്ള തലവേദന മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും പരിശോധനകൾ വേണോ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് വരണോ? സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ചാ പോരെ. ഇത് വെറും ഒരു തലവേദന ആയിക്കണമെന്നില്ല. എന്താ, പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. പിന്നെ ഇത് KJ ലാബറട്ടറിയിൽ പരിശോധിപ്പിച്ചാൽ മതി. അവിടെ നല്ല റിസൾട്ട്. ബാക്കിയെല്ലാം പോക്കാം. ശരി. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഐ ആം ശിവശങ്കർ ഫ്രം പ്രോട്ടോ ഫാർമസ്യൂട്ടിക്കൽസ്. ഇരിക്കും സർ. ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. ഓ, ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ പ്രോട്ടോ ബി ടോണിക് വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഡോക്ടർ ഒന്നുപോലെ ഇതുവരെ എഴുതിയില്ല. ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല. ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ. അതിന്റെ ആവശ്യമില്ല. ടോണിക്കുകളുടെ ബഹളമാണ് ഇവിടെ. പിന്നെ ടേബിൾ ഫാൻ കണ്ടോ? കണ്ടു. അത് പ്രോവിറ്റേക്കാരുടെ കോംപ്ലിമെന്റ്സ് ആണോ? പിന്നെ ഈ ടേബിൾ കണ്ടോ? കണ്ടു. വിറ്റ ബീറ്റോളുകാരുടെയാണ്. ദാ ബ്യൂറോ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇല്ല. ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം. എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ്സ്? 1000 ബോട്ടിൽ പ്രോട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ്, 5000 ഒരു കളർ ടിവിയും ഒരു VCRും, 10,000 ഒരു ചെറിയ മാരുതി കാർ. ഓ റിയലി, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എന്താ നിങ്ങളുടെ ടോണിക്കിന്റെ പേര്? പ്രോട്ടോ ബി ഹെൽത്ത് ടോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് വിത്ത് വൈറ്റമിൻ B12 ആൻഡ് സെർബിറ്റോൾ. ഗർഭശുശ്രൂഷയ്ക്ക് പ്രോട്ടോ ബി. പ്രോട്ടോബി 4 ബോട്ടിൽസ്. അതേത് ഡോക്ടറെ? ഡോക്ടർ സുരേന്ദ്രന്റെ. ഇത് തീർന്നിരിക്കുക. ഒരു ബോട്ടിൽ പോലും ഇല്ലേ? ഇല്ല, കംപ്ലീറ്റ് തീർന്നു. ഇപ്പൊ തന്നെ എത്ര ചീട്ടാ വന്ന് മടങ്ങിപ്പോയെന്നറിയോ? ഡോക്ടർ പറഞ്ഞിരുന്നു കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്ന്. അതുകൊണ്ട് 4 വാങ്ങി വെച്ചോളാൻ. ഇനി എന്ന് വരും? 2-3 ദിവസത്തിനകം വരുത്തി തരാം. വേറെ എവിടെയെങ്കിലും കിട്ടൂ? എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാ. അന്വേഷിച്ച് നോക്ക്. എന്താ അസുഖം നിങ്ങൾക്ക്? തലവേദന. സൂര്യൻ ഉദിച്ചാൽ അപ്പം തുടങ്ങും. വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ആ റെപ്രസെന്റേറ്റീവ് ആള് കൊള്ളാമല്ലോ. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോ പുച്ഛമാ. കമ്പനിക്കാര് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യാഞ്ഞിട്ടാണ്. അല്ലേ അങ്ങതി, ഓരോരുത്തരും 1000 ബോട്ടിൽ വെച്ച് എഴുതിയാലേ നീ ഫ്രിഡ്ജും VCRും TVയും ഒക്കെ എവിടുന്ന് എടുത്ത് കൊടുക്കും? ഞാൻ എവിടുന്ന് കൊടുക്കാനാ? പിന്നെ ഈടാ എല്ലാരും കൂടെ ഉത്സാഹിച്ചൊന്ന് എഴുതി ഒരു 10,000 ബോട്ടിൽ ഇലവായ എനിക്കൊരു 8,000 റുപ്യ കമ്മീഷൻ കിട്ടും. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ? പിന്നെ ഇവന്മാര് കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ? വീട്ടിൽ വരട്ടെ, അപ്പൊ കൊടുക്കാൻ കോംപ്ലിമെന്റ്സ്. അയ്യോ, അപ്പൊ ഈ ജോലി ഈ നാട്ടിലാണ് ജോലിക്ക് പഞ്ഞം. എടാ, ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയുണ്ട്. പിന്നെ എല്ലാവർക്കും കസേരമേലിരുന്ന് ഫയൽ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എടാ, ലോട്ടറി ടിക്കറ്റ് വിറ്റാ ജീവിക്കാനുള്ള കാശ് കിട്ടത്തില്ലയോ? ഞാനും ഈ വണ്ടിയൊക്കെ വിറ്റിട്ട് ഇതുപോലെ വല്ല പണിയും കിട്ടുമെന്ന് നോക്കാൻ പോവാ. വണ്ടിക്കാണെങ്കിൽ ഓട്ടമില്ല. ഓടി കിട്ടുന്ന കാശ് വല്ല വർഷാപ്പിലും കൊടുക്കണം. നീ ഒന്ന് അടിച്ചു നോക്കിയാ ചാട്ടാവുന്നു. കേരള ദൈവമേ, വഴി കിടത്തല്ലേ. നീ ഇവിടെ കേറുന്നുണ്ടോ? കേറിയില്ലെങ്കിൽ? കേറിയില്ല, ഇവിടെ വഴി കിടക്കാം. കേറിയാൽ? കേറിയാ അവിടെ വീട്ടിൽ കിടക്കാം. എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞ കേക്കണ്ടേ? ഉച്ചയ്ക്കാണെങ്കിൽ കഴിച്ചു എന്ന് വരുത്തി. അയാൾ വന്ന് വഴക്കുണ്ടാക്കണ ഇത് ആദ്യമൊന്നല്ലല്ലോ. എന്റെ കുട്ടി, ഇനി കോടതി കൂടെ കയറാനേ ബാക്കിയുള്ളൂ. അതും അയാൾ കേട്ടു. എന്റെ അമ്മയെ കോടതി എന്ന് പറയുന്ന തല വീഴുന്ന സ്ഥലമൊന്നുമല്ല. അയാൾ കൊണ്ട് കേസ് കൊടുക്കട്ടെ. പിന്നെ അയാളോട് സമാധാനം പറയണ്ടല്ലോ. അമ്മ ആഹാരം കഴിക്കേ. എനിക്ക് വിശപ്പില്ല.
ആദ്യം കേറിട്ടാ. പിന്നെ മണ്ണാൻ കേട്ടാ. ഇനി അമ്മ കഴിച്ചിട്ടാ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്റെ അമ്മ അയാൾ കേസ് കൊടുക്കത്തില്ല. ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ച് തീർത്തോളാം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, നയത്തില് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടങ്ങ് കുളിപ്പിച്ച് കിടത്താം. പോരെ? അമ്മ കഴിക്കേ. ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കൊച്ചു പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ്. എന്തു വേണം? ഞാൻ ചേട്ടനെ ഒന്ന് കാണാമെന്ന്. ആ കണ്ടോളൂ. അതല്ല. ഏതല്ല? എടാ, എന്റെ നിഴല് കണ്ടാ മുങ്ങി നടക്കണ നീ എന്നെ കാണാൻ വരേ? എന്താണാവോ ഉദ്ദേശം? ചേട്ടൻ വീട്ടിൽ വന്നു എന്നറിഞ്ഞു. അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാമാസം ഞാൻ കൃത്യമായിട്ട് പലിശ തന്നോളാം. 1 കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടുന്ന് എടുത്ത് വീട്ടും? എനിക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. എടാ, നിന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസത്തെ അവധിയും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്രയായി. മുതലുമില്ല, പലിശയില്ല. ഇനി നിങ്ങളടുത്ത് ഞാൻ വരണില്ല. ഇവിടെ നീതി നിയമമുണ്ടോ ഞാനും നോക്കട്ടെ. ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. ഇറങ്ങിപ്പോടാ തെണ്ടി കള്ളവർഗങ്ങൾ. എടോ, ഇത്രയും നേരം തന്റെ കാല് ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളയും. താൻ എന്നെ കോടതി കയറ്റല്ലോ. കേറ്റൂടാ. ഞാൻ കോടതി കയറുന്നത് തന്നെ കൊന്നിട്ടായിരിക്കും. താൻ ആണാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് സഹിക്കണോ? അത് എന്റെ മരണമാ. എന്താ കാണണോ? എടാ ശിവൻകുട്ടി, നീ പോക്കിരുത്തരാ അതെ, കാട്ടെ. പോക്കരുത്തരാ. താൻ എന്തോ ചെയ്യും? ഞാനും ചെയ്യില്ല. എന്നെ കോടതി കയറ്റണ്ടേ? അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ചിലപ്പോ കേട്ടില്ലെന്ന് വരും. അതിന് നിനക്കെന്താ നഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടപ്പെടാൻ പോകുന്നത് തനിക്കായിരിക്കും. മറക്കണ്ട. ഇല്ല, മറക്കില്ല. താനെന്തോ നോക്കി പേടിപ്പിക്കുന്നത്? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ, കളിക്കല്ലേ. ആരോടാ ദേഷ്യപ്പെടുന്നേ? അത് നമ്മുടെ ശിവൻകുട്ടി നാക്കെടുത്ത തമാശ പറയൂ. അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനെയാ. അപ്പൊ കാണാം. കാണണം. 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 എന്താ പറയാ? ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി പോക്കിരിത്തരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് താന്നു കൊടുത്താലേ നമ്മുടെ തലയിൽ കയറും. അല്ല, അയാൾ ഇനി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് വല്ലതും കൊടുക്കും? കംപ്ലൈന്റ് കൊടുത്താ പ്രശ്ന. ഇടിച്ചവന്മാര് നട്ടല്ലൂരും. പേടിത്തൊണ്ടനാ. അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല. ഓട്ടോ ഒന്നും ഇല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങിട്ട് വരാം. അതെ, നടന്നങ്ങ് പോയാ മതി. അല്ലെങ്കിൽ തന്നെ കാശും കൊടുത്തിട്ട് പിന്നെ കയ്യും കാലും പിടിച്ചിട്ടാ പെട്രോൾ കിട്ടുന്നത്. രാത്രി ഞാൻ വന്നിട്ടേ പോകണല്ലേ. ബസ് ചാർജ് 1 രൂപ കൊടുക്കണം. എല്ലാം ശരി തന്നെ. ആ, ശിവൻകുട്ടി വന്നു. ഏട്ടനപ്പോ വന്നു. പഞ്ചസാര വാങ്ങിച്ചോടാ. പഞ്ചസാരയും അരിയും മുളകും ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു മറക്കുന്നു. നാളെ രാവിലെ ബാലന് കാപ്പി കൊടുക്കണത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏട്ടത്തെയും മോളൊക്കെ സുഖമായിരിക്കുന്നില്ലേ? എന്തേട്ടാ? ഏതാടി സാരി? വല്യേട്ടൻ കൊണ്ടുവന്നതാ. നീ ബാഗ് എടുത്ത് അകത്ത് വയ്ക്ക. പെണ്ണ് സാരി ഉടുത്ത് കാണുമ്പോ പേടിയാവുക. അതെന്താ? ഏട്ടൻ ശ്രദ്ധിച്ചില്ലേ? അവള് വലിയ പെണ്ണായി. ഒരുത്തനെ കിട്ടണമെങ്കിൽ കാശ് എത്ര കൊടുക്കണമെന്നാ? അതിനെന്താ, ഇപ്പൊ നല്ല വരവല്ലേ? വരവോ? ഏട്ടനോട് ആര് പറഞ്ഞു? ഈ വേഷവും പത്രാസും കണ്ടിട്ടാണോ? ഈ വേഷം മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. എടാ, മൂത്തോര് പറഞ്ഞാൽ കുറച്ചൊക്കെ അനുസരിക്കണം. നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഞാൻ നിർത്തിയതല്ലേ. ആരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടാ ഗോവിന്ദൻ കോൺട്രാക്ടർ സമ്മതിച്ചെന്നറിയോ? മാസം 1800 രൂപ ശമ്പളം. ഒന്ന് കണ്ണടച്ചാ കാശ് വേറെ. അതിട്ടിട്ട് പോകും. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്ന് സഞ്ചിയും തൂക്കി പിടിച്ച് നടക്കുക. അതാവുമ്പോ ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതെ, അതൊരു ആശയാണ് ഏട്ടാ, നല്ല വേഷം ധരിച്ച് നടക്കാൻ. പഠിക്കുന്ന കാലത്ത് 2 മുണ്ടും 2 ഷർട്ടും ഇട്ടാ ഞാൻ 1 കൊല്ലം കഴിച്ചിട്ടുള്ളത്. നടന്നോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷെ അമ്മയും പെങ്ങളെയും പട്ടിണിക്കിടരുത്. എനിക്കതേ പറയാനുള്ളൂ. അമ്മയും പെങ്ങളും എന്റെ മാത്രമല്ലല്ലോ. ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിയിട്ടുള്ളതാ. ഇപ്പൊ എനിക്ക് കുടുംബമായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്ത് കിട്ടുമെന്ന് അറിയാമല്ലോ. കുടുംബം നോക്കിയ കഥയൊന്നും ഏട്ടൻ പറയണ്ട. മാസം 300 റുപ്യ വരും. പിന്നെ ഇവിടെ ഉണ്ടാവണ തേങ്ങയും പാലും വിറ്റാ ഞങ്ങൾ കഴിഞ്ഞത്. ഏട്ടനെ ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല. എന്താടാ ഏട്ടനോട് പറയണേ? അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ? എല്ലാ കാലവും അമ്മയും പെങ്ങളും അനിയനെന്നും പറഞ്ഞിരുന്നാ മതിയോ? അവൻ പറഞ്ഞോട്ടമ്മേ, ഞാൻ കിടന്ന് വെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. ശിവ, ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് അവൻ പെരപണിയാൻ പോവുക. അപ്പോ നമ്മുടെ പടിഞ്ഞാറെ വേലിയിലടുത്ത് നിൽക്കുന്ന 2 പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും. ഞാൻ പറഞ്ഞു മുറിച്ച് അറുത്ത് കൊണ്ടുപോയിക്കോളാൻ. ആ പ്ലാവ് നിറയെ കായ്ക്കണതാ. എന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല.
ഏട്ടന് ആവശ്യമുള്ള തടി ഞാൻ അലിയാറുടെ മില്ലിൽ നിന്ന് ഏർപ്പാട് ചെയ്ത് തരാം. അതാവുമ്പോ എനിക്ക് കുറേശ്ശെ കൊടുത്തു തീർത്താൽ മതി. നമ്മുടെ തൊടിയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വേണം. ഈ വസ്തുവിന്റെ പണയത്തില് അച്ഛന് കടം കൊടുത്ത പലരുടെ. ഇത് കണ്ട് തൃപ്തി വന്നില്ലേ ഇതുവരെ? കിടക്ക വിരിച്ചിട്ടുണ്ട്. ഏട്ടൻ കിടന്നോ? അവൻ കടന്നു. പാവം. ഒരു വീട് വെക്കണം എന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ? പിന്നില്ലാണ്ടിരിക്കുവോ? ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ? സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്കുക? ഞാൻ വെറുതെ പറഞ്ഞതല്ല. അലിയാറുടെ മില്ലിന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. പിന്നിപ്പോ എന്റെ മരുന്നിന് നല്ല സെയിൽസാ. കുറച്ച് കാശ് എനിക്ക് കിട്ടും. അത് ഏട്ടന് കൊടുക്കാം അല്ലേ? വാ, വന്ന് കിടക്ക്. നാളെ രാവിലെ പോകേണ്ടതല്ലേ? നമുക്കും വേണം നല്ലൊരു വീട്. പറ്റിയ ഇതുപോലെ തന്നെ പണിയണം. 2 നില. 2ാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം. പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മുകളിലത്തെ നിലയിൽ താമസിപ്പിക്കാം. താഴെ ഞാനും അമ്മയും. നമ്മൾ രണ്ടാളും മാത്രം മതിയോ? പോരെ? നീ പറ, മതിയോ? അമ്മയുടെ ഇഷ്ടം. എന്താടോ? വെറുതെ. വെറുതെ ഒന്നുമല്ല. ഊണാ കഴിഞ്ഞോമേ? കഴിഞ്ഞ ഓരോരുത്തർ ഉറക്കായി. ആ, പാലേട്ടൻ വന്നിട്ടുണ്ടല്ലേ? ആ. ഉമ്മ പറഞ്ഞു. ശിവ, ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറയാം. അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ കാര്യം? ഒരു കോള് വന്നിട്ടുണ്ട്. 10,000 ഉറുപ്പിക കിട്ടും. ഒറ്റയ്ക്ക് പോകാനൊരു മടി. നിനക്കൊന്ന് കൂട്ടുവരാമോ? നിനക്ക് 10,000-3000 രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിന് ഞാൻ റെഡിയാ. എന്താ കാര്യം? പഴം. പഴോ? പഴമെന്ന് പറഞ്ഞാ ശവം. ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി. വയസ്സായി ചത്തതാ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം. മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ കാറി കൊണ്ടില്ലാമെങ്കിൽ 3,000 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞു. കേക്കട്ടെടാ. കുഴപ്പാവോ? കുഴപ്പമാവാതെ കൊണ്ടുപോകണം. കൊലക്കേസൊന്നുമല്ലല്ലോ? ഏയ്, ഞാൻ അറിയുന്ന ആളാ. എങ്ങനെ കൊണ്ടുപോകും? അതിലൊരു സൂത്രമുണ്ട്. ചൂടാറണതിന് മുമ്പ് കൊണ്ടുപോകണം. നിനക്ക് വരാൻ വിഷമമുണ്ടോ? വിഷമിച്ച കാശ് കിട്ടോ? വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? ആ ആ. അതാണ്ട് ഇങ്ങോട്ട് അതോട്ട് അതോട്ട്. ഓ, കിടത്തല്ലേ കിടത്തല്ലേ. പിടിച്ചോ. ആ, മൂത്തി. അത് ഓർമ്മ. ഒരാളെ നീ പറഞ്ഞ ആ വിളി. ആ, അടച്ചോ. വാ. ആ, കൂടെ വേണ്ട, വണ്ടി ഓടിക്കാനുള്ള. ഇതാ വായിലോട്ട് വെച്ചോട്. അച്ഛൻ വലിക്കില്ല. അത് പണ്ടല്ലേ ഇടൂ. ഇതങ്ങോട്ട് പോയി വല്ലവന്റെയും വായിച്ചെന്ന് വീണാ നമ്മള് വെള്ളത്തിലാവാച്ചാനെ. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെന്ന് വലിക്കേ?